ന്യൂയോർക്കിൽ 9/11 സ്മാരകത്തിൻ്റെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ സിറ്റിയിലെ പ്രധാന പോയിന്റുകളൊക്കെ കാണുവാനായിട്ട് പോവുകയാണ്. ബസ്സിൽ കയറി സിറ്റിയുടെ വിവിധ ഭാഗങ്ങളിലൂടെ ഒരു ഓട്ടപ്രദക്ഷിണമാണ് നടത്തുന്നത്. മ്യൂസിയമാക്കി മാറ്റിയ ഒരു വാർഷിപ്പാണ് കാണുന്നത്. ഇൻട്രിപ്പിഡ് മ്യൂസിയം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. വലിയൊരു സ്യൂട്ട് കേസിൻ്റെ ആകൃതി പോൽ പണിതിരിക്കുന്ന ഈ കെട്ടിടം ലൂയിസ് വൂയിറ്റൻ്റെ സ്റ്റോറാണ്. സെയിൻറ്റ് പാട്രിക് കത്തീഡ്രൽ, കോംകാസ്റ്റ് ബിൽഡിംഗ്, ഇങ്ങനെ പല പ്രധാന സ്ഥലങ്ങളും കണ്ട ശേഷം മാൻഹട്ടനിലെ മിഡ് ടൗണിലിറങ്ങി ഞങ്ങൾ റോക്ക്ഫെല്ലർ സെൻറ്ററിലും കയറിയ ശേഷം വൈകുന്നേരമായപ്പോഴേക്കും ന്യൂയോർക്കിലെ വളരെ പ്രശസ്തമായ ടൈംസ് സ്ക്വയറിൽ എത്തിയിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും തിരക്കേറിയ സ്ട്രീറ്റ് സ്ക്വയറാണ് ടൈംസ് സ്ക്വയർ. ന്യൂയോർക്ക് നഗരത്തിലെ മിഡ് ടൗൺ മാൻഹട്ടനിലെ ബ്രോഡ്വേ, 7th അവന്യൂ, 42 സ്ട്രീറ്റ് എന്നിവയുടെ ഒരു ജംഗ്ഷനാണ് ഈ സ്ക്വയർ. സ്ക്വയർ എന്നാണ് വിളിക്കുന്നതെങ്കിലും ഇതൊരു ചതുരാകൃതിയിലുള്ള സ്ഥലമല്ല. മൊത്തത്തിൽ നോക്കുമ്പോൾ മറ്റു പല സ്ഥലങ്ങളിലും ഉള്ളതുപോലെ അത്ര വിസ്തൃതിയുമുള്ള ഒരു സ്ഥലവുമല്ല. ഡ്രൈവറില്ലാ കാറുകൾ ഓടുന്ന ഇവിടെ സൈക്കിൾ റിക്ഷകളിലും ആളുകളെ കൊണ്ടുവന്ന് ഇറക്കുന്നത് കാണാം. നിരവധി ഡിജിറ്റൽ പരസ്യ ബോർഡുകൾ 24 മണിക്കൂറും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങളോട് കൂടിയ ഇവിടം നിരവധി പ്രോഗ്രാമുകൾ എല്ലാ സമയത്തും നടന്നുകൊണ്ടിരിക്കുക കൂടിയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഈ ടൈംസ് സ്ക്വയർ. പ്രതിവർഷം 50 ദശലക്ഷം ആളുകൾ ഇവിടം സന്ദർശിക്കുന്നതായി പറയുന്നു. പ്രതിദിനം വിവിധ രാജ്യങ്ങളിൽ നിന്നായി ഏകദേശം 3 ലക്ഷത്തിലധികം ആളുകളാണ് ഇവിടെ എത്തുന്നതെന്നാണ് കണക്കുകൾ. പണ്ടുകാലത്ത് ലോങ്കാക്കർ സ്ക്വയർ എന്നാണ് ഇവിടം അറിയപ്പെട്ടിരുന്നത്. 1904 ന്യൂയോർക്ക് ടൈംസിൻ്റെ ആസ്ഥാനം ഇവിടേക്ക് മാറ്റിയത് മുതലാണ് ഈ പ്രദേശത്തിന് ടൈംസ് സ്ക്വയർ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ടൈംസ് സ്ക്വയറിനെ സെൻറ്റർ ഓഫ് ദി യൂണിവേഴ്സ് എന്നും ക്രോസ് റോഡ്സ് ഓഫ് ദി വേൾഡ് എന്നെല്ലാം വിളിക്കാറുമുണ്ട്. 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം തിയേറ്ററുകൾ, സംഗീത ഹാളുകൾ, ഉയർന്ന നിലവാരമുള്ള ഹോട്ടലുകൾ എന്നിവയാൽ നിറഞ്ഞ ഒരു സാംസ്കാരിക കേന്ദ്രമായി ഇവിടം വളർന്നു. 1920 ശേഷമാണ് ഇവിടം പരസ്യ പ്രദർശനത്തിൻ്റെ ഒരു പ്രധാന കേന്ദ്രമായി മാറിയത്. ഫാദർ ഡഫിയുടെ 1937 സ്ഥാപിച്ച ഒരു സ്റ്റാച്യു ആണിത്. സ്ക്വയറിൻ്റെ ഈ ഭാഗത്തെ ഡഫി സ്ക്വയർ എന്നാണ് വിളിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കസേരയിട്ടിരുന്നു എന്ന് പ്രശസ്തമായ സ്ഥലവും ഇവിടെയാണ്. നിരവധി കലാകാരന്മാർ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന് ഇവിടെ പരിപാടികൾ അവതരിപ്പിക്കാറുണ്ട്. ഒരാൾ പാട്ടിനൊപ്പം താളം വയ്ക്കുന്നത് നമുക്ക് കാണാം. കുറേ പേർ ഗാലറിയിലിരുന്ന് ഇവിടെ നടക്കുന്ന കലാപരിപാടികളൊക്കെ കണ്ടുകൊണ്ട് സമയം ചെലവഴിക്കുന്നുമുണ്ട്. കുറച്ചുപേർ എന്തോ ഒരുതരം ഗെയിം അവതരിപ്പിക്കുകയാണ്. കാണികളിൽ നിന്നും സംഭാവന ലഭിക്കുന്നതിനുള്ള പരിപാടികളാണ് ഇവിടെ നടക്കുന്നത്. ചിലർ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെയും ഗോറില്ലയുടെയും മറ്റും വേഷം കെട്ടി ഇതിൽ നടക്കുന്നത് കാണാം. സഞ്ചാരികളോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് അവരിൽ നിന്ന് സംഭാവന സ്വീകരിക്കുകയാണ് ഇവരുടെ ഉദ്ദേശം. ഗെയിം കുറേ നേരമായി തുടർന്നുകൊണ്ടിരിക്കുകയുമാണ്. ഗോറില്ലയുടെ വേഷം കെട്ടിയാൽ അലറുകയും മറ്റും ചെയ്ത് കാണികളെ ആകർഷിക്കുന്നുമുണ്ട്. മറ്റൊരാൾ യന്ത്രമനുഷ്യൻ്റെ വേഷം ധരിച്ച് അമേരിക്കൻ പതാകയുമായി നിൽക്കുകയാണ്. കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതിനായി ഇവരെല്ലാം കാണികളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
ഒരാൾ കാണികളിൽ നിന്നും വിളിച്ച ഒരു കുട്ടിയെ കൊണ്ട് എന്തോ അഭ്യാസങ്ങളൊക്കെ കാണിക്കുന്നുമുണ്ട്. ഇത് കണ്ട് കൂടി നിൽക്കുന്നവരെല്ലാം കൈയടിക്കുന്നതും കാണാം. കുറേ നേരം ഈ പരിപാടിയും നോക്കി ഞങ്ങളും അവിടെ നിന്നു. ജോർജ് എം കോഹൻ എന്നയാളുടെ 1959 സ്ഥാപിച്ച ഒരു പ്രതിമയാണ് ഈ കാണുന്നത്. ഇടയ്ക്ക് ഞങ്ങൾ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു സുവനീർ ഷോപ്പിലേക്ക് കയറി. നിരവധി കൗതുക വസ്തുക്കളും സുവനീറുകളും ഒക്കെ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട്. എന്നാൽ മിനിമം $5 വില കാണിക്കുന്നത്. ചിലരൊക്കെ കുറച്ച് സാധനങ്ങൾ ഇവിടെ നിന്ന് വാങ്ങുകയും ചെയ്തു. ഞങ്ങൾ വീണ്ടും ടൈംസ് സ്ക്വയറിലേക്ക് ഇറങ്ങി. ഗോറില്ലകളും കാർട്ടൂൺ കഥാപാത്രങ്ങളും പൂർവാധികം ഭംഗിയായി പെർഫോമൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രാമുകളൊക്കെ കണ്ട് കുറേ നേരം കൂടി ഞങ്ങൾ ഈ ടൈംസ് സ്ക്വയറിൽ ചിലവഴിച്ചു. സമയം പിന്നിട്ടപ്പോൾ ഞങ്ങൾ ഡിന്നറിനായി പോവുകയാണ്. ഫ്ലെയിമിംഗ് ഗ്രിൽ ആൻഡ് ബുഫേ എന്ന ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. നിരവധി വിഭവങ്ങൾ നിരത്തി വച്ചിരിക്കുകയാണ്. ആവശ്യം പോലെ എടുത്ത് കഴിക്കാം. ചില വിഭവങ്ങൾ നല്ല ടേസ്റ്റുള്ളവയുമാണ്. എല്ലാ വിഭവങ്ങളുടെയും ടേസ്റ്റ് നോക്കി വന്നപ്പോഴേക്കും വയറ് വല്ലാതെ നിറയുകയും ചെയ്തു. ഡിന്നർ നന്നായി കഴിച്ച് ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. നാളത്തെ കാഴ്ചകളുടെ വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.